കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്സിന് ഫുൾ മാർക്സ് എങ്ങനെ സ്കോർ ചെയ്യാം? അതിന് ശ്രദ്ധിക്കേണ്ടതും പ്രിപ്പറേഷൻ ടൈം മുതൽ എക്സാം ഹാൾ വരെ മാത്സിനെ അപ്രോച്ച് ചെയ്യേണ്ടുന്നത് എങ്ങനെയായിരിക്കണമെന്നും നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്സിനോടുള്ള സമീപനം പല രീതിയിലുള്ളവരുണ്ട്. മാത്സ് എന്ന് കേൾക്കുമ്പം തന്നെ ചിലർക്ക് പേടിയാണ്. ചിലർക്ക് കുറേ ഇക്വേഷൻസും ചില ചാപ്റ്ററുകളും ഒക്കെ അറിയാമായിരിക്കും. എങ്കിലും എക്സാം ഹാളിലെത്തുമ്പോൾ മിസ്റ്റേക്സ് വരുത്തുന്നതും ഈ ഇക്വേഷൻ മറന്നുപോയി ഇങ്ങനെയൊക്കെ വേവലാതിപ്പെടുന്നവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. വേറൊരു കാറ്റഗറി ബേസിക്സും ടോപ്പിക്സും എല്ലാം അറിയാവുന്നവർ തന്നെയായിരിക്കും. നിങ്ങളിതിൽ ഏത് കാറ്റഗറിയിൽപ്പെട്ടവരോ ആയിക്കോട്ടെ, മാത്സിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ ചില മാറ്റങ്ങളൊന്ന് വരുത്തി നോക്കൂ. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും അതുപോലെ എക്സാമിനുണ്ടാകുന്ന അനാവശ്യ ടെൻഷൻസും വെപ്രാളവും എല്ലാം നമുക്ക് ഒഴിവാക്കാനാകും. അതിന് നിങ്ങളൊരു 4-5 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, എല്ലാ ദിവസവും മാത്സ് പഠിക്കുന്നതിനായിട്ട് നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് മാറ്റിവെക്കണം. ഈ സമയം നമ്മൾ പ്രോബ്ലംസ് തന്നെ ചെയ്യണം, അല്ലാതെ വായിച്ച് വിടരുത്. ക്വസ്റ്റ്യൻസ് വായിച്ച് അതിൻ്റെ ഇക്വേഷൻ അങ്ങനെയാണ്, ഇതിൻ്റെ ആൻസർ അപ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വിടരുത്. നമ്മളതൊന്ന് ചെയ്ത് നോക്കണം. ഏത് ടോപ്പിക്സ് എടുത്താലും അതിൻ്റെ ഇക്വേഷൻസ് മാത്രം പഠിച്ച് വെക്കുന്ന രീതി ഉപേക്ഷിക്കണം. പകരം ഓരോ ടോപ്പിക്സും ബേസിക്സ് മുതൽ തന്നെ അറിയണം. അതിനുശേഷം നമ്മൾ ഷോർട്ട് നോട്ട്സ് ആക്കി നമുക്ക് ഇക്വേഷൻസൊക്കെ മാർക്ക് ചെയ്ത് വെക്കാം. റിവിഷൻ ടൈമിൽ ആ ഇക്വേഷൻസ് റീകളക്ട് ചെയ്ത് പോയാലും മതി. ഇത് നമ്മൾ കോൺഫിഡൻസ് ലെവൽ ഉയർത്തും. നമുക്കൊരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഉള്ള ഐഡിയാസ് പലതരത്തിൽ വരും. പിന്നീടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, പരമാവധി ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ക്വസ്റ്റ്യൻസ് എവിടെ കിട്ടിയാലും നമ്മളത് കളക്ട് ചെയ്യണം, എന്നിട്ട് ചെയ്ത് തന്നെ നോക്കണം. ഇത് സ്പീഡ് ഒരുപാട് കൂടുന്നതിന് സഹായിക്കും. അങ്ങനെയാകുമ്പോൾ സമയലാഭം ഉണ്ടാവും. ഓരോ സെക്കൻഡ് എക്സാം ഹാളിൽ വിലപ്പെട്ടതാണല്ലോ. ഇനി പറയുന്ന കാര്യം നമ്മൾ എക്സാം ഹാളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ചോദ്യം എന്താണെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ചിലർ വായിക്കും, ഓവറോൾ ഒന്ന് നോക്കും, ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ എഴുതി ആൻസർ എഴുതി പോകാറുണ്ട്. പിന്നീടാണ് അവർക്ക് മനസ്സിലാവുന്നത്, അയ്യോ ഇതല്ലായിരുന്നല്ലോ ചോദിച്ചിരുന്നത് എന്ന്. അപ്പോൾ ഒരു അനാവശ്യമായ ഒരു വെപ്രാളം, ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിക്കാത്ത രീതി, അതും ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1, എല്ലാ ദിവസവും മാത്സ് പഠിക്കുക. 2, പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. 3, ടോപ്പിക്സിൻ്റെ ബേസിക്സ് മുതൽ പഠിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. 4, ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. 5, കംപ്ലീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് എക്സാം ഹാളിൽ റീഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും മാത്സിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും.